ഹലോ സുഹൃത്തുക്കളെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവർക്കും അങ്ങനെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഏജൻസികളെ തേടുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ വന്ന ഏജൻസിയിൽ നിലവിൽ എത്ര രൂപയാണ് മേടിക്കുന്നത്, അതെങ്ങനെയാണ് അവരുടെ പ്രോസസ്സിങ് നടക്കുന്നതെന്നുള്ളത് ഒരു വീഡിയോ മുഖേന ഞാൻ എടുത്തിടുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട് വാട്സപ്പിൽ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇതുപോലെ പറഞ്ഞു കൊടുത്തേ ആകെപ്പാടെ ഭ്രാന്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് അതൊരു ഉപകാരമാകും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു ഇത് പിടികിട്ടും കേട്ടോ. ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നവർ, ബാക്കിയുള്ളവർ അതല്ല, ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നവരെ കാര്യം. അപ്പോൾ നമ്മൾ നിലവിൽ ഞാൻ വന്ന ഏജൻസി മേടിക്കുന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4.5 ലക്ഷം രൂപയാണ് അവർ മേടിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 50,000 രൂപ അവർക്ക് ആദ്യം കൊടുക്കണം. 50,000 രൂപ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കൂടെ കൊടുക്കണം. 50,000 രൂപയും ഡോക്യുമെൻറ്റ്സും കൊടുക്കണം. ഡോക്യുമെൻറ്റ്സ് എന്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, പാസ്പോർട്ടിൻ്റെ ബാക്കും ഫ്രണ്ടും, പിന്നെ ലൈസൻസിൻ്റെ ബാക്കും ഫ്രണ്ടും, പിന്നെ ഇൻ്റർനാഷണൽ IDP എടുത്തിട്ട് അതിൻ്റെ ഫുൾ പേജും സ്കാൻ ചെയ്ത് PDF ആയിട്ട് ഈ 50,000 രൂപയായിട്ട് നമ്മൾ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ 3-4 മാസം കൊണ്ട് വർക്ക് പെർമിറ്റ് വരും. ഈ വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷം ഈ VFSൻ്റെ ഡേറ്റ് അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ അത് ലക്കി ഡ്രോ വഴിയാണ് നിലവിൽ VFS കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അവർ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് ഇത് ഡേറ്റ് കിട്ടിയാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞായിരുന്നു. അവിടെ വിട്ട് അങ്ങനെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, മാരേജ് കഴിഞ്ഞവരെ മാരേജ് സർട്ടിഫിക്കറ്റ്, മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ കവർ ലെറ്റർ, ട്രാവൽ ഇൻഷുറൻസ്, എയർ ടിക്കറ്റ്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ VFSൽ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ലൈസൻസിൻ്റെ എക്സ്ട്രാക്റ്റ്, സ്റ്റാമ്പിങ് ഇത് അറ്റസ്റ്റ് ചെയ്ത് മേടിക്കും. നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് മേടിക്കും. പിന്നെ ഈ ട്രാവൽ ഇൻഷുറൻസിന് അഡീഷണൽ പേയ്മെൻറ്റ് മേടിക്കുന്നുണ്ട്. ഈ 4.5-ൽ ചേരാണ്ട് ട്രാവൽ ഇൻഷുറൻസിന് അഡീഷണൽ പേയ്മെൻറ്റ് മേടിക്കുന്നുണ്ട്. പിന്നെ VFS ഈ 4.5-ൽ ഇൻക്ലൂഡ് അല്ല. ഈ 4.5 ലക്ഷത്തിൽ ചേരൂല. അതും സെപ്പറേറ്റ് ആണ്. എയർ ടിക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. അതും ഈ 4.5-ൽ ചേരത്തില്ല. പിന്നെ ഈ വിസ അടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് പൈസ നമ്മൾ കൊണ്ടുവരണം. 2009 ശേഷമുള്ള ഒരു 9 ഒരു എങ്ങനെ പോയാലും ഒരു 50,000 രൂപ യൂറോ ആക്കി നമ്മൾ കൊണ്ടുവരണം. അമൽ എത്ര കൊണ്ടുവന്നായിരുന്നടാ? അമൽ 70,000 രൂപ യൂറോ ആക്കിയാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ 70,000 രൂപ നമ്മൾ മാറിക്കൊണ്ടുവരണം, അല്ല 50,000 രൂപ മാറിക്കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും ചിലവുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് 2 മാസം എങ്ങനെ പോയാലും ഈ കോഡ് 95 എഴുതിയെടുക്കുന്നവർക്ക് 2 മാസം എന്തായാലും ആവും വണ്ടിയിൽ കയറാനായിട്ട്. പിന്നെ 2009 മുമ്പുള്ളവരാണെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ എനിക്ക് 35-37 ദിവസം കൊണ്ട് തന്നെ വണ്ടി കയറാൻ പറ്റി. പിന്നെ ഇതിൽ വേറൊരു റിസ്ക് എന്ന് പറയുന്നത്, നമുക്ക് വർക്ക് പെർമിറ്റ് ആയി കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന 50,000 രൂപ റീഫണ്ട് കിട്ടത്തില്ല, നമുക്ക് തിരിച്ച് കിട്ടത്തില്ല വർക്ക് പെർമിറ്റ് ആയി കഴിഞ്ഞാൽ. പിന്നെ അടുത്ത വേറൊരു റിസ്ക് എന്ന് പറയുന്നത്, നമ്മൾ VFSൻ്റെ ഡേറ്റൊക്കെ എടുത്ത് ഇത് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് വിസ അടിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതുവരെ മുടക്കിയ പൈസ എല്ലാം വേസ്റ്റ് ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? VFS ഡേറ്റ് വീണ്ടും എടുക്കണം. ആദ്യം ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് അപ്പീലിന് പോകാൻ പറ്റും. ആ അപ്പീലിനും കൂടെ നമ്മൾ ഫെയിലായി കഴിഞ്ഞാലുള്ള കാര്യമാണ്, ഫെയിലാവുമെന്നല്ല, ഫെയിലായി കഴിഞ്ഞാൽ
വീണ്ടും നമ്മൾ VFSൻ്റെ ഡേറ്റ എടുത്ത് വീണ്ടും അവരെന്ത് കാരണം കൊണ്ടാണോ ഫെയിലാക്കിയത് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ സബ്മിഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ 3-ാം തവണയും സബ്മിറ്റ് ചെയ്തിട്ട് കിട്ടിയ ആൾക്കാരുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ ഇത്രയും പൈസ നമ്മളെ കയ്യിൽ നിന്ന് ലോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ അത് ഏത് ഏജൻസിയിൽ പോയിരുന്നാലും അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ്. ഒരു 90% ആൾക്കാർ ഏജൻസികളും അതായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഞാൻ ഈ റേറ്റ് ഇവിടെ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ചെയ്യുന്ന ഏജൻസികൾ, ജെനുവിനായിട്ടുള്ള ഏജൻസികളുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നവരടുത്ത് എനിക്ക് ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അവർക്ക് പ്രത്യേകമായിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ ഈ പൈസ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള ധാരണയിലായിരുന്നു ഞാനും കൊടുത്തത്. പക്ഷേ ദൈവനിശ്ചയം എനിക്ക് വിസ അടിച്ച് കിട്ടി. ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് അമലിനും വിസ അടിച്ച് കിട്ടിയായിരുന്നു. അതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാം, അത് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഞാൻ എൻ്റെ നമ്പർ ഇൻബോക്സിൽ കൊടുത്തേക്കും. നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും, പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം പ്രത്യേകം മൈൻഡിൽ വെച്ചേക്കേണ്ടത്, നമ്മൾ ഈ കൊടുക്കുന്ന 50,000 രൂപ റീഫണ്ട് കിട്ടത്തില്ല വർക്ക് പെർമിറ്റ് ആയി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ VFSൻ്റെ ഡേറ്റ്, പിന്നെ ഈ ചെയ്യുന്ന പേപ്പർ വർക്കുകൾ, ബാക്കിയുള്ള പേപ്പർ വർക്ക്, പിന്നെ ഈ ട്രാവൽ ഇൻഷുറൻസ് അത് എത്രയാണ് കറക്റ്റെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ നിങ്ങൾ ഈ ഞാൻ വന്ന ഏജൻസിയായിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരുമ്പോൾ അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. ഈ ട്രാവൽ ഇൻഷുറൻസ് സെപ്പറേറ്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ, അതിന് എത്ര രൂപയാവും, അതൊന്ന് ക്ലിയർ ചെയ്ത് തരാമോ എന്ന്. ഈ നമ്പർ തരുന്നതോടുകൂടി ഞാൻ നിങ്ങളുമായിട്ടുള്ള ഇടപാട് കഴിയുന്നു. കാരണം ഞാൻ ഇതിൽ യാതൊരു റിസ്ക്കും ഇല്ല. നിങ്ങൾ സ്വയമേ റിസ്ക് എടുത്ത് ഇതിൽ വരണമെങ്കിൽ മാത്രമേ ഞാൻ വന്ന ഏജൻസിയുടെ കയ്യിൽ കൊടുക്കാവൂ. കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല, നാളെ എനിക്ക് വന്നതുവരെ ഓക്കെയാണ്, നാളെ എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് അങ്ങനെയുള്ള റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഓക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ തരും. അതിലെനിക്ക് യാതൊരു മടിയുമില്ല. ആദ്യം ഞാൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഞാൻ നമ്പർ കൊടുത്തത്. ഈ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്തതിന് ശേഷമായിരുന്നു നമ്പർ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ 1500 രൂപയാണ് IDP എടുക്കാനായിട്ടാകുന്നത്. അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ IDP എടുക്കാൻ പറ്റും. പോളണ്ടിലത്തേക്ക് IDP, നമുക്ക് വിസയൊന്നും ഇല്ലാണ്ട് തന്നെ IDP എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ടായിരുന്നത്. ഇനി ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഓക്കെയാണ്, ഈ ഏജൻസിയുടെ നമ്പർ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻബോക്സിൽ വന്ന് എൻ്റെ നമ്പർ എടുത്ത് വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നമ്പർ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.